റേഡിയോ ലൈം ന്യൂസ് അപ്ഡേറ്റ്. നമസ്കാരം. ലൈം ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാർത്തകളുമായി അരുൺ. സ്കോട്ടിഷ് ലേബർ നേതാവ് അനസ് സർവാർ പ്രധാനമന്ത്രിയോട് രാജിവെക്കാൻ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ക്യാബിനറ്റ് മന്ത്രിമാർ സർ കെയർ സ്റ്റാർമറിന് പിന്തുണയുമായി രംഗത്തെത്തി. ഡൌണിംഗ് സ്ട്രീറ്റിലെ സ്ഥിതി ആവശ്യത്തിന് നല്ലതല്ല എന്നും സർക്കാരിന്റെ ഉന്നതങ്ങളിൽ വളരെയധികം തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെന്നും ഒരു നാടകീയ പത്രസമ്മേളനത്തിൽ സർവാർ പറഞ്ഞു. എന്നിരുന്നാലും സർവാർ സംസാരിച്ചു തുടങ്ങിയപ്പോൾ തന്നെ പ്രധാനമന്ത്രിക്ക് പിന്തുണ അറിയിച്ചുകൊണ്ട് മുതിർന്ന തൊഴിൽ മന്ത്രിമാരുടെ ഒരു കൂട്ടം സോഷ്യൽ മീഡിയയിലെത്തി. ലൈംഗിക കുറ്റവാളി ജെഫ്രി എപ്സ്റ്റീനുമായി ബന്ധമുണ്ടെങ്കിലും യുഎസിലെ UK അംബാസിഡറായി പീറ്റർ മണ്ടൽസിനെ നിയമിച്ചതിനെ കുറിച്ചുള്ള തന്റെ വിധി ചോദ്യം ചെയ്യപ്പെട്ടതിനു ശേഷം സർ കെയറിന്റെ സ്ഥാനമുറപ്പിക്കാൻ അദ്ദേഹം പോരാട്ടം തുടരുന്നു. തിങ്കളാഴ്ച വൈകുന്നേരം പാർലമെന്റ് ഹൌസിൽ തിരക്കേറിയ പാർലമെന്ററി ലേബർ പാർട്ടി യോഗത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. അവിടെ അദ്ദേഹത്തിന്റെ MPമാർ കരഘോഷത്തോടെയാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത്. താൻ സ്ഥാനമൊഴിയില്ലെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി താൻ പങ്കെടുത്ത എല്ലാ പോരാട്ടങ്ങളിലും ഞാൻ വിജയിച്ചിട്ടുണ്ട് എന്ന് ജനക്കൂട്ടത്തോട് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത്, എന്റെ വഴിയിലെ ഓരോ ഘട്ടത്തിലും വിമർശകർ ഉണ്ടായിരുന്നു, ഇപ്പോൾ എനിക്ക് അവരെ തിരികെ ലഭിച്ചു എന്ന്. എന്നാൽ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയും. നമ്മുടെ രാജ്യത്തെ മാറ്റാനുള്ള അവസരത്തിനായി ഇത്രയധികം പോരാടിയ ശേഷം എന്റെ നിയോഗത്തിൽ നിന്നും എന്റെ രാജ്യത്തോടുള്ള ഉത്തരവാദിത്തത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാനോ മറ്റുള്ളവർ ചെയ്തതുപോലെ നമ്മളെ കുഴപ്പത്തിലേക്ക് തള്ളിവിടാനോ ഞാൻ തയ്യാറല്ല എന്ന്. എപ്സ്റ്റീൻ അഴിമതിയിലെ ഏറ്റവും പുതിയ വെളിപ്പെടുത്തലുകളിൽ ചാൾസ് രാജാവ് തന്റെ ആദ്യ ഇടപെടൽ നടത്തി. തന്റെ സഹോദരൻ ആൻഡ്രൂ മൗണ്ട് ബാറ്റൺ വിൻസറിനെതിരായ ആരോപണങ്ങൾ പരിഗണിക്കുമ്പോൾ പോലീസിനെ പിന്തുണയ്ക്കാൻ ബക്കിംഗ്ഹാം കൊട്ടാരം തയ്യാറാണെന്ന് പറഞ്ഞു. മിസ്റ്റർ മൗണ്ട് ബാറ്റൺ വിൻസറിന്റെ പെരുമാറ്റവുമായി ബന്ധപ്പെട്ട് ഉയർന്നുവരുന്ന ആരോപണങ്ങളിൽ രാജാവ് തന്റെ ആഴമായ ആശങ്ക വാക്കുകളിലൂടെയും അഭൂതപൂർവമായ പ്രവൃത്തികളിലൂടെയും വ്യക്തമാക്കിയിട്ടുണ്ട് എന്ന് കൊട്ടാരം വക്താവ് അറിയിക്കുന്നു. ചോദ്യം ചെയ്യപ്പെടുന്ന നിർദ്ദിഷ്ട അവകാശവാദങ്ങൾ മിസ്റ്റർ മൗണ്ട് ബാറ്റൺ വിൻസർ അഭിസംബോധന ചെയ്യേണ്ടതാണ്. പക്ഷേ തേംസ് വാലി പോലീസ് ഞങ്ങളെ സമീപിച്ചാൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ അവരെ പിന്തുണയ്ക്കാൻ ഞങ്ങൾ തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു. മൗണ്ട് ബാറ്റൺ വിൻസർ പൊതു ഓഫീസിലെ മോശം പെരുമാറ്റത്തിനും ഔദ്യോഗിക രഹസ്യങ്ങളുടെ ലംഘനത്തിനും റിപ്പോർട്ട് ചെയ്ത റിപ്പബ്ലിക് എന്ന രാജവാഴ്ച വിരുദ്ധ ഗ്രൂപ്പിന്റെ പരാതി അന്വേഷിക്കാൻ അടിസ്ഥാനമുണ്ടോ എന്ന് വിലയിരുത്തുകയാണെന്ന് തേംസ് വാലി പോലീസ് സ്ഥിരീകരിച്ചു. അടുത്തിടെ പുറത്തിറങ്ങിയ എപ്സ്റ്റീൻ ഫയലുകളുടെ ഒരു കൂട്ടത്തിൽ നിന്നുള്ള ഇമെയിലുകൾ മുൻ രാജകുമാരൻ സിംഗപ്പൂർ, ഹോങ്കോങ്, വിയറ്റ്നാം എന്നിവിടങ്ങളിലേക്കുള്ള സന്ദർശന റിപ്പോർട്ടുകളും നിക്ഷേപ അവസരങ്ങളുടെ രഹസ്യവിവരങ്ങളും കൈമാറുന്നതായി കാണിക്കുന്നുണ്ട്. യാത്രകൾക്ക് ശേഷം 2010 നവംബർ 30 അന്നത്തെ പ്രത്യേക ഉപദേഷ്ടാവ് അമിത് പട്ടേൽ അയച്ച ആ സന്ദർശനങ്ങളുടെ ഔദ്യോഗിക റിപ്പോർട്ടുകൾ അവ ലഭിച്ച് 5 മിനിറ്റിന് ശേഷം അദ്ദേഹം എപ്സ്റ്റീന് അയച്ചതായി തോന്നുന്നുവെന്നും വ്യക്തമാക്കുന്നുണ്ട്. അഫ്ഗാനിസ്ഥാനിലെ നിക്ഷേപ അവസരങ്ങളെക്കുറിച്ചുള്ള വിശദാംശങ്ങളും രഹസ്യാത്മകം എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്നു. അവ 2010 ഡിസംബർ 24 എപ്സ്റ്റീന് കൈമാറിയതായി റിപ്പോർട്ടിൽ പറയുന്നു. ഹെൻറി എട്ടാമൻ രാജാവിന്റെ ആദ്യ ഭാര്യയായ അരഗോണിലെ കാതറിനുമായി ബന്ധിപ്പിച്ച ഒരു സ്വർണ്ണ പെൻഡന്റ് സൂക്ഷിക്കുന്നതിനായി ബ്രിട്ടീഷ് മ്യൂസിയം 3.5 മില്യൺ പൗണ്ട് വിജയകരമായി സമാഹരിച്ചു. 2019 വാവിക്ക്ഷയറിലെ ഒരു വയലിൽ നിന്ന് ഒരു മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ച് കണ്ടെത്തിയ ട്യൂഡർ ഹൃദയം സ്ഥിരമായി സ്വന്തമാക്കുന്നതിനായി സെൻട്രൽ ലണ്ടൻ മ്യൂസിയം ഒക്ടോബറിൽ ഒരു ഫണ്ട് റൈസിംഗ് അഭ്യർത്ഥന ആരംഭിച്ചിരുന്നു. പൊതുസംഭാവനയായി 3,60,000 പൗണ്ട് ലഭിച്ചതിനും ഗ്രാന്റുകൾ, ട്രസ്റ്റുകൾ, കലാസംഘടനകൾ എന്നിവയിൽ നിന്ന് നിരവധി സംഭാവനകൾ ലഭിച്ചതിനു ശേഷം ഫണ്ട് റൈസിംഗ് ലക്ഷ്യത്തെത്തിയതായി ഇപ്പോൾ പ്രഖ്യാപിക്കുന്നു. മ്യൂസിയം ഡയറക്ടർ നിക്കോളാസ് കൾനൽ പറഞ്ഞത്, ചരിത്രത്തിന് ഭാവനയെ ഉണർത്താനുള്ള ശക്തിയുണ്ടെന്നും ട്യൂഡർ ഹാർട്ട് പോലുള്ള വസ്തുക്കൾ ഒരു മ്യൂസിയത്തിൽ ഉണ്ടായിരിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും ഈ പ്രചാരണത്തിന്റെ വിജയം കാണിക്കുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കുട്ടികളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്തതിന് ഒരു നഴ്സറി ജീവനക്കാരനെ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി. എല്ലാ മാതാപിതാക്കളുടെയും പേടി സ്വപ്നമെന്ന് കോടതിയിൽ വിശേഷിപ്പിക്കപ്പെട്ടു. നഥാൻ ബെനറ്റിനെതിരെ 2 ബലാത്സംഗ കുറ്റങ്ങൾ, 4 ലൈംഗികാതിക്രമ കുറ്റങ്ങൾ, 2 നുഴഞ്ഞുകയറ്റാക്രമണം എന്നീ കുറ്റങ്ങൾ ചുമത്തി. ബ്രിസ്റ്റലിലെ പാർട്ട് ഓഫ് കിങ് സ്ട്രീറ്റ് നഴ്സറിയിലെ 5 ആൺകുട്ടികൾക്കെതിരെയാണ് കുറ്റം ചുമത്തിയിരുന്നത്. അന്ന് അവർക്ക് 2ഉം 3ഉം വയസ്സായിരുന്നു. 2 വയസ്സ് പ്രായമുള്ള 4 ആൺകുട്ടികളുമായി ബന്ധപ്പെട്ട 13 ലൈംഗിക കുറ്റകൃത്യങ്ങൾ അദ്ദേഹം മുൻപ് സമ്മതിച്ചിരുന്നു. ബാത്തിനടുത്തുള്ള കോൺസ്റ്റന്റിൽ നിന്നുള്ള 30 വയസ്സുള്ള ആളെ ആവോൺ സോമർസെറ്റ് പോലീസ് നടത്തിയ 6 മാസത്തെ അന്വേഷണത്തിനൊടുവിൽ 2025 ഓഗസ്റ്റിൽ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. മുൻ US അംബാസിഡർ പീറ്റർ മണ്ടൽസനുമായുള്ള തന്റെ സന്ദേശങ്ങൾ ആരോഗ്യ സെക്രട്ടറി വെസ്റ്റ് ട്രീറ്റിംഗ് പുറത്തുവിട്ടു. കാരണം അവർ അടുത്ത സുഹൃത്തുക്കളായിരുന്നില്ലെന്ന് അദ്ദേഹം തറപ്പിച്ചു പറയുന്നു. 2025 മാർച്ചിലെ സന്ദേശങ്ങളാണ് അവയിൽ ചിലത്. അടുത്ത തിരഞ്ഞെടുപ്പിൽ താൻ ടോസ്റ്റ് ആണെന്ന് സ്ട്രീറ്റിംഗ് പറഞ്ഞപ്പോൾ സർക്കാരിന് വളർച്ചാതന്ത്രമില്ലെന്ന് അദ്ദേഹം വിമർശിച്ച മറ്റു ചില സന്ദേശങ്ങളും പുറത്ത്. ഒരു വാരാന്ത്യത്തിലെ അപവാദത്തിനും എനിക്കെന്തോ മറച്ചുവെക്കാനുണ്ടെന്ന നുണപ്രചരണത്തിനും ശേഷം സന്ദേശങ്ങൾ പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചതായി മാധ്യമങ്ങളുമായി അദ്ദേഹം പങ്കിട്ടു. ലോർഡ് മണ്ടൽസിന്റെ നിയമനം ആ സമയത്ത് നല്ല നീക്കമായിരുന്നു എന്ന് ആരോഗ്യ സെക്രട്ടറി പറഞ്ഞു. എന്നാൽ നിയമനത്തെക്കുറിച്ചോ അറിയപ്പെട്ടിരുന്ന ഭൂതകാലത്തെക്കുറിച്ചോ താൻ വേണ്ടത്ര ചിന്തിച്ചിട്ടില്ല എന്നും അദ്ദേഹം സമ്മതിച്ചു. 2024 ഡിസംബറിൽ ലോർഡ് മണ്ടൽസിന്റെ നിയമനത്തിന് 6 മാസം മുമ്പ് മുതൽ ഇന്നുവരെയുള്ള എല്ലാ സ്വകാര്യ സന്ദേശങ്ങളും സ്ട്രീറ്റിംഗിന്റെ ടീം പുറത്തുവിട്ടതായും പറയുന്നു. ഇനി നാട്ടിലെ വാർത്തകൾ.
കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി കർഷക വിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ച് 12-ന് രാജ്യവ്യാപകമായി പ്രഖ്യാപിച്ചിട്ടുള്ള പണിമുടക്ക് ജില്ലയിലെ അവശ്യ സർവീസുകൾ ഒഴികെയുള്ള എല്ലാ മേഖലകളിലും വ്യാപിപ്പിക്കാൻ തിരുവനന്തപുരത്ത് ചേർന്ന INTUC ജില്ലാ നേതൃയോഗം തീരുമാനിച്ചു. കടകമ്പോളങ്ങളും മറ്റ് വ്യാപാര സ്ഥാപനങ്ങളും അടച്ച് പണിമുടക്കുമായി സഹകരിക്കണമെന്ന് വ്യാപാരി വ്യവസായി മേഖലയിലെ സംഘടനകളോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും INTUC ദേശീയ സെക്രട്ടറിയും ജില്ലാ പ്രസിഡന്റുമായ VR പ്രതാപൻ പറഞ്ഞു. 11-ന് അർദ്ധരാത്രി മുതൽ 12-ന് രാത്രി വരെയാണ് പണിമുടക്ക്. ദീർഘദൂര യാത്രക്കാർ യാത്രകൾ ഒഴിവാക്കി പണിമുടക്കുമായി സഹകരിക്കണമെന്നും INTUC ജില്ലാ നേതൃയോഗം അഭ്യർത്ഥിച്ചു. പാൽ, പത്രവിതരണം, ആംബുലൻസ് സർവീസുകൾ ഉൾപ്പെടെ ആശുപത്രി സേവനങ്ങൾ, വിമാനത്താവളങ്ങൾ, കുടിവെള്ള വിതരണം തുടങ്ങിയ അവശ്യ സർവീസുകളെ പണിമുടക്കിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. INTUC ജില്ലാ നേതൃയോഗം ദേശീയ സെക്രട്ടറിയും തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റുമായ VR പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. നിയമപരമായ അവകാശങ്ങൾക്കായി ഒരു പൗരനും ഉദ്യോഗസ്ഥ വൃന്ദത്തിനു മുന്നിൽ തലകുനിക്കരുതെന്ന് ഹൈക്കോടതി. വീടിനും ജീവനും ഭീഷണിയായി സമീപത്തെ പറമ്പിൽ നിൽക്കുന്ന വൻമരങ്ങൾ മുറിക്കാൻ വർഷങ്ങൾ നീണ്ട നിയമപോരാട്ടം നടത്തിയ 92-കാരനെ പ്രശംസിച്ചാണ് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണന്റെ പരാമർശം. ഹർജിക്കാരന്റെ പോരാട്ട വീര്യത്തെ പ്രശംസിച്ച കോടതി കവി TS തിരുമുമ്പിന്റെ തല നരയ്ക്കുവതല്ലെന്റെ വൃദ്ധത്വം, തല നരയ്ക്കാത്തതല്ലെന്ന യുവത്വവും എന്ന വരികൾ ഉത്തരവിൽ ഉദ്ധരിച്ചു. പ്രതിരോധ മന്ത്രാലയം മുൻ ഉദ്യോഗസ്ഥൻ കൊച്ചി പള്ളുരുത്തി സ്വദേശി CJ മാത്യൂസാണ് നീണ്ട നിയമപോരാട്ടം നടത്തിയത്. വർഷങ്ങളോളം സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങി മടുത്ത ഇദ്ദേഹത്തിന് ഹൈക്കോടതി കൈത്താങ്ങായി മാറുകയായിരുന്നു. സംസ്ഥാനത്ത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കനത്ത ചൂടാണ് അനുഭവപ്പെടുന്നത്. ഏപ്രിൽ മെയ് മാസങ്ങളിൽ സാധാരണ അനുഭവപ്പെടുന്ന ചൂടാണ് ഈ വർഷം ഫെബ്രുവരി മാസം തന്നെ മലയാളികൾ അനുഭവിക്കേണ്ടി വരിക. കഴിഞ്ഞ ദിവസം കണ്ണൂർ ജില്ലയിൽ 37 ഡിഗ്രി ചൂട് രേഖപ്പെടുത്തിയിരുന്നു. രാജ്യത്തെ തന്നെ ഏറ്റവും ഉയർന്ന ചൂടായിരുന്നു അത്. എന്തായാലും ഇന്ന് ചില ജില്ലകളിൽ ചൂട് കുറയാനാണ് സാധ്യത. കാരണം 3 ജില്ലകളിൽ നേരിയ മഴ പെയ്യാനുള്ള സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നു. ആലപ്പുഴ, എറണാകുളം, കണ്ണൂർ എന്നിവിടങ്ങളിലാണ് ഗ്രീൻ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മറ്റ് ജില്ലകളിൽ വരണ്ട കാലാവസ്ഥയായിരിക്കും. വരും ദിവസങ്ങളിൽ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടില്ല. ഇനി സ്പോർട്സ് വാർത്തകൾ. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ആരാധകർ കാത്തിരുന്ന മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെയാണ് സമീപകാലത്തായി കാണാനാവുന്നത്. വമ്പന്മാരെയെല്ലാം വിറപ്പിച്ച് മൈതാനത്തെ ചുവന്ന ചെകുത്താന്മാരുടെ സർവാധിപത്യമാണ് കഴിഞ്ഞ 4 മത്സരങ്ങളിലായി കണ്ടത്. യുണൈറ്റഡിന് ഇനിയൊരു തിരിച്ചുവരവില്ലെന്ന് വിധി എഴുതിയവർക്ക് മുന്നിൽ തലയെടുപ്പോടെ മടങ്ങി വരികയാണവർ. ഇടവേളയ്ക്ക് ശേഷം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ കിരീടമെന്ന വലിയ ലക്ഷ്യത്തിലേക്കാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പോകുന്നത്. പാതി വഴിയിൽ പരിശീലകനെ മാറ്റി മൈക്കൽ കാരിക്കിന് യുണൈറ്റഡിന്റെ പരിശീലക സ്ഥാനമെന്ന മുൾക്കിരീടം നൽകുമ്പോൾ ആശങ്കകളേറെയായിരുന്നു. എന്നാൽ കഴിഞ്ഞ 4 മത്സരങ്ങളിലും വിജയക്കൊടി പാറിച്ച് എല്ലാ എതിരാളികൾക്കും തന്റെ മികവ് കാട്ടിക്കൊടുക്കാൻ കാരിക്കിന് സാധിച്ചിരിക്കുകയാണ്. സൗദി ലീഗിലെ ഗോൾഡൻ ബൂട്ട് റേസിൽ സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് തിരിച്ചടി നേരിട്ടേക്കാം. 17 ഗോളുകളുമായി നിലവിൽ പട്ടികയിൽ 3-ാം സ്ഥാനത്താണ് റോണോ. അൽ നസ്ർ അധികൃതരോടുള്ള പ്രതിഷേധത്തെ തുടർന്ന് കഴിഞ്ഞ 2 മത്സരങ്ങളിൽ നിന്ന് റൊണാൾഡോ വിട്ടുനിൽക്കുകയായിരുന്നു. ആ കാലയളവിൽ 2-ൽ നിന്ന് 3 സ്ഥാനത്തേക്ക് താരം വീഴുകയായിരുന്നു. 19 ഗോളുകളുമായി അൽ അഹ്ലിയുടെ ഇംഗ്ലീഷ് സ്ട്രൈക്കർ ഐവൻ ടോണിയാണ് പട്ടികയിൽ 1-ാമതുള്ളത്. ഇന്നലെ നടന്ന അൽ ഗാസിയ അൽ ഫത്തേഹ് മത്സരത്തിൽ അൽ ഗാസിയയുടെ മെക്സിക്കൻ സ്ട്രൈക്കർ ജൂലിയൻ കിന്യോനസ് ഗോൾ കണ്ടെത്തിയതോടെയാണ് റൊണാൾഡോ 3-ാം സ്ഥാനത്തേക്ക് വീണത്. 18 ഗോളുകളാണ് താരത്തിനുള്ളത്. ഇനി ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 124.11 ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക്. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. അടുത്ത ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകളിൽ കേട്ടുമുട്ടാം. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. റേഡിയോ